അമേരിക്ക ചൈന വാണിജ്യ യുദ്ധം ഒരിടവേളയ്ക്കു ശേഷം വീണ്ടും ആളിക്കത്തുകയാണ്. ചൈനക്കുള്ള ചിപ്പ് കയറ്റുമതിയിൽ അമേരിക്ക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന് പിന്നാലെ സുപ്രധാന ധാതുക്കൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ചൈന നിരോധിച്ചതാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വാണിജ്യ യുദ്ധം വീണ്ടും സജീവമാക്കിയത്. യുദ്ധ ഉപകരണങ്ങൾ, സെമി കണ്ടക്ടറുകൾ, ബാറ്ററികൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയാണ് ചൈനീസ് വാണിജ്യ മന്ത്രാലയം നിർത്തിവെച്ചത്. കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാണ ഉപകരണങ്ങൾ, സോഫ്റ്റ്വെയർ, ബാൻഡ്വിഡ്ത്ത് മെമ്മറി ചിപ്പുകൾ എന്നിവയുടെ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ജോ ബൈഡൻ സർക്കാരിന്റെ നടപടിക്കുള്ള തിരിച്ചടിയായാണ് ചൈനയുടെ നീക്കം. ചിപ്പുകൾ ഉപയോഗിച്ച് AI സാങ്കേതിക മേഖലയിലും പുതിയ ആയുധങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിലും സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ നിർമ്മാണത്തിലുമെല്ലാം ചൈന കൂടുതൽ കരുത്താർജിക്കുമെന്ന വിലയിരുത്തലിലാണ് അമേരിക്ക ചൈനക്കെതിരെ നടപടിക്കൊരുങ്ങിയത്. ബൈഡൻ സർക്കാരിന്റെ ഇത്തരത്തിലുള്ള മൂന്നാമത്തെ നീക്കമാണിത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് വേണമെങ്കിൽ 60% നികുതി ഏർപ്പെടുത്തുന്നത് പരിഗണിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപും ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾക്കെല്ലാം പിന്നാലെയാണ് സൈനികവും അല്ലാത്തതുമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇരട്ട ഉപയോഗ ഇനത്തിൽപ്പെട്ട ഗാലിയം, ജെർമേനിയം, ആന്റിമണി, പ്രധാന ഹൈടെക് വസ്തുക്കൾ എന്നിവ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിൽ ചൈനീസ് വാണിജ്യ മന്ത്രാലയം നിരോധനം ഏർപ്പെടുത്തിയത്. ഇതിനൊപ്പം ഗ്രാഫൈറ്റിന്റെ കയറ്റുമതിയിൽ പുനർവിചിന്തനം നടത്തുമെന്നും ചൈന ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നിക്കലും കൊബാൾട്ടും പോലെയുള്ള കൂടുതൽ വിപുലമായ ഉപയോഗമുള്ളവയുടെ കയറ്റുമതിയിലും നിയന്ത്രണം ഏർപ്പെടുത്താൻ ചൈന ഒരുങ്ങുന്നെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇലക്ട്രോണിക്സ് വ്യവസായത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് ഗാലിയം. ഉയർന്ന ആവൃത്തിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ചൂട് പ്രതിരോധ ശേഷിയുള്ള അർദ്ധചാലക വേഫറുകൾ നിർമ്മിക്കുന്നതിനാണ് ഗാലിയം പ്രധാനമായും ഇലക്ട്രോണിക്സ് വ്യവസായത്തിൽ ഉപയോഗിക്കുന്നത്. സെമി കണ്ടക്ടറുകളിലും ഉപയോഗിക്കുന്ന ജെർമേനിയം, ഇൻഫ്രാറെഡ് സാങ്കേതികവിദ്യ, ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ, സോളാർ സെല്ലുകൾ എന്നിവയിലും അത്യന്താപേക്ഷിതമാണ്. ബുള്ളറ്റുകളിലും മറ്റു ആയുധങ്ങളിലും ആന്റിമണി ഉപയോഗിക്കുന്നുണ്ട്. നിലവിൽ ഈ ധാതുക്കളുടെ ഏറ്റവും വലിയ വിതരണക്കാരാണ് ചൈന. വ്യാപാര യുദ്ധത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ വിദേശ കോളനികളുടെ വ്യാപാര അവകാശത്തെ ചൊല്ലി കൊളോണിയൽ ശക്തികൾ പരസ്പരം പോരടിച്ചു. 19-ാം നൂറ്റാണ്ടിൽ ചൈനയും ബ്രിട്ടനും തമ്മിൽ നടന്ന കറുപ്പ് യുദ്ധവും ഇതിന്റെ മറ്റൊരു പതിപ്പായിരുന്നു. 1930-ൽ അമേരിക്ക സ്മൂട്ട് ഹാവ്ലി താരിഫ് ആക്ട് നടപ്പാക്കിയതാണ് മറ്റൊരു പ്രധാന സംഭവം. യൂറോപ്യൻ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് അമേരിക്കൻ കർഷകരെ സംരക്ഷിക്കുന്നതിനാണ് താരിഫ് ഉയർത്തിയതെന്നായിരുന്നു അമേരിക്കൻ അവകാശവാദം. പ്രതികരണമായി നിരവധി രാജ്യങ്ങൾ തങ്ങളുടെ ഉയർന്ന താരിഫുകൾ ചുമത്തി അമേരിക്കക്കെതിരെ പ്രതികാരം ചെയ്തു. ആഗോള വ്യാപാരം ലോകമെമ്പാടും കുറയുകയും അമേരിക്ക മഹാമാന്ദ്യത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. തുടർന്ന് പ്രസിഡന്റ് റൂസ്വെൽറ്റ് പരസ്പര വ്യാപാര ഉടമ്പടികൾ ഉൾപ്പെടെയുള്ള പുതിയ പദ്ധതികൾ കൊണ്ടുവന്നാണ് പരിഹാരം കണ്ടത്. 2018 ജനുവരിയിൽ അന്നത്തെ US പ്രസിഡന്റ് ട്രംപ് സ്റ്റീൽ, അലൂമിനിയം മുതൽ സോളാർ പാനലുകൾക്കും വാഷിംഗ് മെഷീനുകൾക്കും വരെ താരിഫുകളുടെ ഒരു പരമ്പര തന്നെ ഏർപ്പെടുത്തി. ഇത് യൂറോപ്യൻ യൂണിയൻ, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള കയറ്റുമതിയെ ബാധിച്ചു. അമേരിക്കൻ സ്റ്റീലിനും മറ്റ് ഉൽപ്പന്നങ്ങൾക്കും താൽക്കാലിക തീരുവ ചുമത്തിയാണ് കാനഡ ഇതിന് തിരിച്ചടി നൽകിയത്. അമേരിക്കൻ കാർഷിക ഇറക്കുമതിക്കും ഹാർലി ഡേവിഡ്സൺ മോട്ടോർ സൈക്കിളുകൾ ഉൾപ്പെടെയുള്ള മറ്റു ഉൽപ്പന്നങ്ങൾക്കും യൂറോപ്യൻ യൂണിയനും തീരുവ ചുമത്തി. ചൈനയുമായുള്ള വ്യാപാര യുദ്ധത്തിനും തുടക്കമിട്ടത് ട്രംപാണ്. 2016-ലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ചൈന രാജ്യത്തെ കൊള്ളയടിക്കുന്നു എന്നായിരുന്നു ട്രംപ് പ്രചാരണം നടത്തിയത്. പക്ഷേ അധികാരത്തിലേറി 3 മാസത്തിനകം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ട്രംപ് പുതിയ വാണിജ്യ കരാറുകൾക്ക് തുടക്കമിടാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ട്രംപിന്റെ ആവശ്യങ്ങളോട് ചൈന വഴങ്ങാതിരുന്നതോടെ ചൈനയ്ക്ക് മേൽ ട്രംപ് വൻ താരിഫ് ഏർപ്പെടുത്തി. ഇതിന് തിരിച്ചടിയായി ചൈനയും അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചു. വാണിജ്യ യുദ്ധം ഇരു കൂട്ടക്കാർക്കും തിരിച്ചടിയായെങ്കിലും അമേരിക്കയെയാണ് അത് കൂടുതൽ ബാധിച്ചത്. ഒടുവിൽ 2020 ജനുവരി 15-ന് ഇരുപക്ഷവും ആദ്യഘട്ട കരാറിൽ ഒപ്പുവെച്ച് വാണിജ്യ യുദ്ധത്തിന് വിരാമമിട്ടു. ഇതാണിപ്പോൾ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ ശക്തിയായി പുനരാരംഭിച്ചിരിക്കുന്നത്. അടുത്ത മാസം ട്രംപ് അധികാരമേറാനിരിക്കെ ഇരു രാജ്യങ്ങളും തമ്മിൽ പൊട്ടിപ്പുറപ്പെട്ട പുതിയ വാണിജ്യ സംഘർഷത്തിന്റെ പരിണിതി എന്താവുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.